Hi all, welcome to iPlus Training Solutions. നമ്മൾ ഇന്ന് യൂണിറ്റ് 8 MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് റിവിഷൻ. നമ്മുടെ യൂണിറ്റ് 8 ഫുൾ കംപ്ലീറ്റ് ആയല്ലോ, ഫോറൻസിക് സെറോളജി. സോ നമുക്ക് അതിന്റെ ഡിസ്കസ് ചെയ്യാം, MCQs ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഹീം മോളിക്യൂൾ ഈസ് ഓൾസോ കോൾഡ്. ഹീം മോളിക്യൂളിനെ എന്താണ് നമ്മൾ വിളിക്കുന്നത്, വേറൊരു പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹീം മോളിക്യൂൾ എന്ന് പറയുമ്പോൾ തന്നെ 2+ ആണെന്നുള്ളത് ഓർക്കുക. അയണിന്റെ Fe 2+ ആണ്. സോ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ തന്നിരിക്കുന്നത് ഫെറോ പ്രോട്ടോ പോർഫൈറിൻ ആണ്. ഓപ്ഷൻ ബി ഓക്സോ പ്രോട്ടോ പോർഫൈറിൻ ആണ്. ഓപ്ഷൻ സി നൈട്രോ പ്രോട്ടോ പോർഫൈറിൻ ആണ്. ആൻഡ് ഓപ്ഷൻ ഡി ഫെറോ ഐഡോ പോർഫൈറിൻ ആണ്. സോ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം Fe 2+ അയൺസ് ആണ്. സോ ഫെറോ ആയിരിക്കും. ആൻഡ് പ്രോട്ടോ പോർഫൈറിൻ എന്ന് പറഞ്ഞാൽ ക്യാരി ചെയ്യുന്നു എന്നാൽ ഈ ക്യാരി ചെയ്യുന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ എ ഫെറോ പ്രോട്ടോ പോർഫൈറിൻ ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, വാട്ട് ആർ ദ പ്രിഡോമിനന്റ് ലാക്ടേറ്റ് ഡിഹൈഡ്രോജനേസ് ഐസോ എൻസൈംസ് പ്രസന്റ് ഇൻ മെൻസ്ട്രൽ ബ്ലഡ്? നമ്മൾ ഈ ലാക്ടേറ്റ് ഡിഹൈഡ്രോജനേസ് ഐസോ എൻസൈംസിനെ പറ്റി പഠിച്ചതാണ് അല്ലെ. LDH 1 2 3 4 5 അങ്ങനെ എൻസൈംസിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ഇത് ഏത് പോർഷനിലാണ് പഠിച്ചത്? മെൻസ്ട്രൽ ബ്ലഡിന്റെ പോർഷനിലാണ് പഠിച്ചത്. ആൻഡ് ഈ ഒരു LDH എൻസൈംസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്? മെൻസ്ട്രൽ ബ്ലഡും നോർമൽ ബ്ലഡും അല്ലെങ്കിൽ പെരിഫറൽ ബ്ലഡും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ പ്രിഡോമിനന്റ് ആയിട്ട് ഇതിൽ ഏത് ലാക്ടേറ്റ് ഡിഹൈഡ്രോജനേസ് എൻസൈം ആണ് മെൻസ്ട്രൽ ബ്ലഡിൽ പ്രസന്റ് ആയിട്ടുള്ളതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക നോക്കാം. ഓപ്ഷൻ എ LDH 4 5, ഓപ്ഷൻ ബി LDH 1 2, ഓപ്ഷൻ സി LDH 2 LDH 3 ആൻഡ് ഓപ്ഷൻ ഡി LDH 3 ആൻഡ് LDH 4. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ എ LDH 4 LDH 5 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പ്രിഫേർഡ് പ്രൊസീജിയർ ഫോർ അനലൈസിംഗ് DNA in cases of sexual assault involving multiple unrelated perpetrators would be. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആളുകളുണ്ട് ഈ ഒരു സെക്ഷൽ അസോൾട്ടിലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് പ്രൊസീജിയർ ആണ് യൂസ് ചെയ്യുക? DNA അനാലിസിന് വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അവർക്ക് മൾട്ടിപ്പിൾ അൺറിലേറ്റഡ് ആയിട്ടുള്ള പെർപെട്രേറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ അസോൾട്ട് ചെയ്യുന്ന ആൾക്കാർ 3 പേരാണ് ഉള്ളത്, അല്ലെങ്കിൽ 3 അതിൽ കൂടുതൽ അല്ലെങ്കിൽ 2 അതിൽ കൂടുതലോ ആൾക്കാരാണ് ഉള്ളത് എങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഓർഗാനിക് എക്സ്ട്രാക്ഷൻ ഫോളോഡ് ബൈ YSTR അനാലിസിസ്, ബി മൈറ്റോകോൺഡ്രിയൽ DNA extraction, C Chilex extraction followed by SMB analysis, D differential extraction followed by autosomal STR analysis. നമ്മൾ ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ ചെയ്യും അല്ലെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. ബട്ട് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് മൾട്ടിപ്പിൾ അൺറിലേറ്റഡ് പെർപെട്രേറ്റേഴ്സിന്റെ കേസിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓർഗാനിക് എക്സ്ട്രാക്ഷൻ ഫോളോഡ് ബൈ YSTR അനാലിസിസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The temperature at which 50% of DNA strands are denatured. Denaturation എന്ന് പറഞ്ഞാൽ എന്താ? ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ആയിട്ട് ആ ഒരു കൺവേർഷനാണ് നമ്മൾ ഡീനാച്ചുറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ PCR പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ DNA ഡീനാച്ചുർ ചെയ്യുന്നത്. സോ ഈ DNAയുടെ 50% സ്റ്റാൻഡുകളും അല്ലെങ്കിൽ 50% ഓഫ് DNA സ്റ്റാൻഡുകളും ഡീനാച്ചുർ ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചറിനെ നമ്മൾ എന്ത് പേരാണ് വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹാഫ് DNA സൈക്കിൾ, ഓപ്ഷൻ ബി ഫ്രീസിംഗ് ടെമ്പറേച്ചർ, ഓപ്ഷൻ സി ഹൈബ്രിഡൈസേഷൻ ടെമ്പറേച്ചർ ആൻഡ് ഓപ്ഷൻ ഡി മെൽറ്റിംഗ് ടെമ്പറേച്ചർ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ ഡി മെൽറ്റിംഗ് ടെമ്പറേച്ചറിലാണ് 50% ഓഫ് DNA സ്ട്രാൻഡ്സും ഡീനേച്ചർ ആവുന്നത്. സോ അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കൺസിഡർ ദ ഫോളോവിംഗ് പെയർസ്: fingerprint affix, DNA IBIS, fired bullet codis, paint PDQ. Which of the following components are mixed correctly with their database? ഓപ്ഷൻ എ തന്നിരിക്കുന്നത് 1 and 3 ആണ്. ഓപ്ഷൻ ബി 2 and 3, ഓപ്ഷൻ സി 2 and 4 only ആൻഡ് ഓപ്ഷൻ ഡി 1 and 4 only. അപ്പോ നമ്മുടെ ഫിംഗർ പ്രിന്റിൽ കൊടുത്തിരിക്കുന്ന അഫീസിന്റെ അബ്രിവിയേഷൻ എന്തായിരിക്കും?
അഫിസിന്റെ അബ്രിവിയേഷൻ എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ്. DNA കൊടുത്തിരിക്കുന്ന IBISന്റെ അബ്രിവിയേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് ബാലിസ്റ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ്. ആൻഡ് നെക്സ്റ്റ് ഫയർഡ് ബുള്ളറ്റ്സ് കൊടുത്തിരിക്കുന്ന കോഡിസിന്റെ കമ്പൈൻഡ് DNA ഇൻഡെക്സ് സിസ്റ്റം എന്നാണ്. പെയിന്റ് ഡാറ്റ ക്വറി ആണ് PDQ. അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായല്ലേ, പെയിന്റിന്റെ കറക്റ്റ് ആയിട്ടാണ് മനസ്സിലായി. ഫയർഡ് ബുള്ളറ്റിൽ ഒരിക്കലും കോഡിസ് വരില്ല, കാരണം അത് DNA ആണ്. പിന്നെ DNA ഇന്റഗ്രേറ്റഡ് ബാലിസ്റ്റിക്സ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം വരുമോ? ബാലിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി ആണെന്നൊക്കെ. സോ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരിക? യെസ്, ഓപ്ഷൻ 1 and 4 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The DNA double helix is maintained and stabilized by various factors including. നമുക്ക് കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്കറിയാം DNA എന്ന് പറയുന്ന ഒരു ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാനും സ്റ്റെബിലൈസ് ചെയ്യാനും പറ്റുന്നത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ഓപ്ഷൻ തന്നിരിക്കുന്നത് ബേസ് സ്റ്റാക്കിംഗ് ആണ്, ആൻഡ് ഓപ്ഷൻ ബി ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്, ആൻഡ് ഓപ്ഷൻ സി ഫോർമേഷൻ ഓഫ് കോവാലന്റ് ബോണ്ട്സ്, ആൻഡ് ഓപ്ഷൻ ഡി ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ adjacent ബേസ് പെയർസ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? നമുക്ക് ബേസ് സ്റ്റാക്കിംഗ് ഉണ്ട്, ഇതൊക്കെ അറിയാം അല്ലെ. പിന്നെ ബേസ് പെയർസ് ഉണ്ട്, ബേസ് പെയർസ് കോംപ്ലിമെന്ററി ആയിട്ടാണ് നിൽക്കുന്നത്, അതിനിടയിലുള്ളത് ഹൈഡ്രജൻ ബോണ്ട് ആണെന്നൊക്കെ അറിയാം. സോ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻസ് നോക്കിയാലോ. ഓപ്ഷൻസ് എ തന്നിരിക്കുന്നത് എയും ബിയും സിയും ഡിയും ഉണ്ടെന്നാണ്. ബി തന്നിരിക്കുന്നത് എ ബി ആൻഡ് ഡി എന്നാണ്. എ ആൻഡ് ഡി എന്നുണ്ട് സി, ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ബി ആൻഡ് ഡി. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? എയും ബിയും ഡിയും കറക്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ കോവാലന്റ് ബോണ്ടിങ് മാത്രമാണ് റോങ് ആൻസർ ആയിട്ട് വരുന്നുള്ളൂ, ബാക്കി മൂന്നും കറക്റ്റ് ആണ്. സോ ഇതാണ് ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് എഫക്ട് ഡസ് ഇൻക്രീസിംഗ് ദ GC കണ്ടന്റ് ഗുവാനിൻ സൈറ്റോസിൻ ആണ് ഇവിടെ GC കണ്ടന്റ് ഓഫ് എ DNA മോളിക്യൂൾ ഹാവിംഗ് ഓൺ TM. TM എന്ന് പറയുമ്പോൾ നമുക്കറിയാതെ എന്താണ്, മെൽറ്റിംഗ് ടെമ്പറേച്ചർ ആണ്. സോ ഈ GC കണ്ടന്റും TM-ഉം തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ GC കണ്ടന്റ് കൂടുമ്പോൾ TM-ൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡിക്രീസസ് ദ TM, ഓപ്ഷൻ ബി ഇൻക്രീസസ് ദ TM, ഓപ്ഷൻ സി നോ എഫക്ട് ഓൺ ദ TM, ആൻഡ് ഓപ്ഷൻ ഡി മേക്സ് ദ TM അൺപ്രഡിക്റ്റബിൾ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ ബി ഇൻക്രീസസ് ദ TM. അപ്പൊ ഓർക്കുക, GC കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ എന്ത് ഇൻക്രീസ് ചെയ്യും? നമ്മുടെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ മെൽറ്റിംഗ് ടെമ്പറേച്ചറും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത് നോക്കാം. The basic principle behind presumptive blood assays is based on which type of reaction? നമ്മൾ കുറെ പ്രിസംപ്റ്റീവ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ പഠിച്ചിരുന്നു. എന്താണ് പ്രിസംപ്റ്റീവ് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് ബ്ലഡ് ആണെന്ന് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പോലത്തെ ടെസ്റ്റ് ആണ് നമ്മൾ പ്രിസംപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. കുറെ ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ നമ്മൾ പഠിച്ചു. ഈ ടെസ്റ്റുകളൊക്കെ ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷന്റെ ബേസിസിലാണ്, അല്ലെങ്കിൽ ഇതിന്റെ മേജർ പ്രിൻസിപ്പിൾ എന്താണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ തന്നിരിക്കുന്നത് ഓക്സിഡേഷൻ റിഡക്ഷൻ, ഓപ്ഷൻ ബി സിന്തസിസ്, ആൻഡ് ഓപ്ഷൻ സി ഡികമ്പോസിഷൻ, പിന്നെ ഉള്ളത് പ്രസിപ്പിറ്റേഷൻ. ഇതിൽ ഏതൊരു റിയാക്ഷന്റെ ബേസിസിലാണ് നമ്മൾ പ്രിസംപ്റ്റീവ് ടെസ്റ്റുകൾ, ഏതൊക്കെ പ്രിസംപ്റ്റീവ് ടെസ്റ്റുകൾ നമ്മൾ പഠിച്ചിരുന്നു? ഫിനോഫ്തലിൻ ടെസ്റ്റ് പഠിച്ചു, അങ്ങനെ കുറെ കഴിഞ്ഞ പ്രിസംപ്റ്റീവ് ടെസ്റ്റുകൾ നമ്മൾ പഠിച്ചു അല്ലെ. സോ ഏത് പ്രിൻസിപ്പിൾ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ഓക്സിഡേഷൻ റിഡക്ഷൻ അല്ലെ. പെറോക്സിഡേസ് ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലായിരുന്നോ? സോ ഓക്സിഡേഷൻ റിഡക്ഷൻ ആണ് ബേസിക് ആയിട്ടുള്ള പ്രിസംപ്റ്റീവ് ബ്ലഡ് അസൈസിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. The thermostable polymerase was obtained from which organism was used for PCR? നമ്മൾ PCR യൂസ് ചെയ്ത തെർമോസ്റ്റേബിൾ പോളിമറേസ് ഉണ്ട്. നമ്മൾ പോളിമറേസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ PCR, ലൈക് ഡാർക്ക് പോളിമറേസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു പോളിമറേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഓർഗാനിസത്തിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബീറ്റ ഗ്ലോബിൻ ജീൻ, ആൻഡ് ഓപ്ഷൻ ബി തെർമസ് അക്വാറ്റിക്കസ്, ഓപ്ഷൻ സി സിറ്റസ് കോർപ്പറേഷൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ ബി തെർമസ് അക്വാറ്റിക്കസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇത് നോട്ട് ചെയ്യുക. ഈ ഒരു ഓർഗാനിസത്തിൽ നിന്നാണ് നമുക്ക്
ടാക് പോളിമറേസ് ലഭിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ്. The fluorescence examination of the seminal stain indicates. ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട് സെമൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെമിനൽ സ്റ്റെയിൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ ഫ്ലൂറസെൻസ് എക്സാമിനേഷൻ ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏതൊരു കളറിലായിട്ടായിരിക്കും നമുക്ക് സ്റ്റെയിൻ കാണാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ തന്നിരിക്കുന്നത് പിങ്ക് കളർ ആണ്, ഓപ്ഷൻ ബി വൈറ്റ് കളർ ആണ്, ഓപ്ഷൻ സി ബ്ലൂ കളർ ആണ്, ആൻഡ് ഓപ്ഷൻ ഡി റെഡ് കളർ ആണ്. ആലോചിച്ച് നോക്കിയേ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ സി ബ്ലൂ കളർ ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രിസംപ്റ്റീവ് ടെസ്റ്റ് ഫോർ സെമൻ ഈസ്. ഇവിടെ ഒരുപാട് ടെസ്റ്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ടെസ്റ്റ് ആണ് സെമന്റെ പ്രിസംപ്റ്റീവ് ടെസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആസിഡ് ഫോസ്ഫറ്റേസ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ സോഡിയം ആൽഫ നാഫ്തൈൽ ടെസ്റ്റ് ഉണ്ട്, നാഫ്തനിൽ ഡയസോ ടെസ്റ്റ് ഉണ്ട്, ആൻഡ് ബാർബിറ്റുറേറ്റ് ടെസ്റ്റ് ഉണ്ട്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ആസിഡ് ഫോസ്ഫറ്റേസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ ബയോമാർക്കർ ആണ് എന്തിന്റെ സെമന്റെ. സോ ആസിഡ് ഫോസ്ഫറ്റേസ് ടെസ്റ്റ് ആണ് ഇവിടെ നമുക്ക് പ്രിസംപ്റ്റീവ് ടെസ്റ്റ് ഫോർ സെമൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. വിച്ച് കളർ ഓഫ് ക്രിസ്റ്റൽസ് ഈസ് ഫോംഡ് ബൈ ദി ഫ്ലോറൻസ് ടെസ്റ്റ് ഓഫ് സെമിനൽ സ്റ്റെയിൻ? ഇങ്ങനെയും ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏത് ടെസ്റ്റ് ആണ് അല്ലെങ്കിൽ ഏത് കളർ ഓഫ് ക്രിസ്റ്റൽസ് ആണ് നമ്മൾ ഫ്ലോറൻസ് ടെസ്റ്റ് ഓഫ് സെമിനൽ സ്റ്റെയിനും കൊണ്ട് കിട്ടുന്നത്? അവിടെ ഏത് കളറാണ് ഉണ്ടാവുന്ന ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റെഡ് കളർ ആണ്, ഓപ്ഷൻ ബി ബ്രൗൺ കളർ ആണ്, ഓപ്ഷൻ സി ബ്ലൂ കളർ ആണ് തന്നിരിക്കുന്നത്, ആൻഡ് ഓപ്ഷൻ ഡി ഗ്രീൻ കളർ ആണ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ ബി ഇവിടെ ബ്രൗൺ കളർ ആണ്. ഓർക്കുക, മറ്റേത് നമ്മൾ ഫ്ലൂറസെൻസിൽ എങ്ങനെ വ്യൂ ചെയ്യും എന്നായിരുന്നു അല്ലെ ക്വസ്റ്റ്യൻ, മാറിപ്പോയത്. ഫ്ലൂറസെൻസിൽ എങ്ങനെ വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റെയിന്റെ കളർ ബ്ലൂ ആണെന്നാണ് നമ്മൾ പഠിച്ചത്. ഇത് ഫ്ലോറൻസ് ടെസ്റ്റ് ആണ്, ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് ആണ് സെമിനൽ സ്റ്റെയിന്റെ. അപ്പൊ നമുക്ക് കിട്ടുന്ന കളർ എന്ന് പറയുന്നത് ബ്രൗൺ ആണ്. അപ്പൊ അത് രണ്ടും മാറിപ്പോയത്. ഫ്ലൂറസെൻസ് ഫ്ലോറൻസ് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ബ്ലൂവും ബ്രൗൺ കളറും ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ സോക്കിംഗ് മെത്തേഡ് the seminal stain is cut and soaked in. നമ്മൾ സോക്കിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോത്തിൽ നിന്നൊക്കെ സെമിൻ എടുക്കുമ്പോഴാണ് നമ്മൾ ഈ സോക്കിംഗ് മെത്തേഡ് ചെയ്യുന്നത്. സോക്കിംഗ് മെത്തേഡ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ സോക്കിംഗ് മെത്തേഡിൽ നമ്മുടെ സെമിനൽ സ്റ്റെയിൻ കട്ട് ചെയ്യുന്നതും സോക്ക് ചെയ്യുന്നതും ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ മിനറൽ വാട്ടർ, ഓപ്ഷൻ ബി ഡിസ്റ്റിൽഡ് വാട്ടർ, ഓപ്ഷൻ സി പിക്രിക് ആസിഡ്, ഓപ്ഷൻ ഡി അസിഡുലേറ്റഡ് വാട്ടർ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ ഡി അസിഡുലേറ്റഡ് വാട്ടർ ആണ്. നമുക്ക് നോക്കാം. ഈ മെത്തേഡിൽ നമ്മൾ ക്ലോത്ത് പോർഷൻ, ആ ഒരു സെമൻ ഏരിയ ഉള്ള ക്ലോത്ത് പോർഷൻ കട്ട് ചെയ്തിട്ട് നമ്മൾ അസിഡുലേറ്റഡ് വാട്ടർ ആയിട്ടുള്ള 0.5% HCl ആണ് വെക്കുക ഒരു 2 to 3 hours. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന സാമ്പിൾ ക്ലോത്ത് ഒരുപാട് ഓൾഡ് അല്ലെങ്കിലാണ് ഈ ഒരു 2 to 3 hours നമ്മൾ ചെയ്യുക. ഇനി സാമ്പിൾ ഹവേഴ്സ് ഒരുപാട് ഓൾഡ് ആയിട്ടുള്ള സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ സോക്കിങ്ങും അതുമാത്രം കൂടും. ലൈക്ക് 12 hours ഒക്കെ ആയിട്ട് എടുക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടും എടുക്കും. സോ നമ്മൾ ഈ ഒരു സോക്കിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഓർക്കുക, സെമിനൽ സ്റ്റെയിൻസ് ക്ലോത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ നമ്മൾ അസിഡുലേറ്റഡ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. അത് ഏതാന്ന് വെച്ചാൽ 0.5% HCl ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ആ ഒരു ഏജ് ഓഫ് ദ സ്റ്റെയിൻ അനുസരിച്ച് എത്രമാത്രം ഓൾഡ് ആണോ അല്ലേ ആ ഒരു ഏജ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, ഏജ് അനുസരിച്ച് നമ്മൾ സോക്കിങ്ങിന്റെ ടൈം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ അതൊന്ന് ഓർത്തിരിക്കുക, സോക്കിംഗ് മെത്തേഡ്. നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ ആണ്. Dried seminal stains from clothing are preserved. നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു സെമിനൽ സ്റ്റെയിൻസ് ക്ലോത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് എന്ത് ഉപയോഗിച്ചിട്ടാണ് പ്രിസർവ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആസ് സച്ച്, നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പ്രിസർവ് ചെയ്യുന്നതെന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. ഓപ്ഷൻ ബി 10% ഫോർമാലിൻ, ഓപ്ഷൻ സി 40% ഫോർമാലിൻ, ഓപ്ഷൻ ഡി ഇൻ 20% ഫോർമാലിൻ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ആസ് സച്ച്, ബിക്കോസ് ഇറ്റ്സ് ഡ്രൈഡ് സെമിനൽ സ്റ്റെയിൻസ് ആണ്. സോ നമ്മൾ അതിൽ വേറെ പ്രിസർവേഷൻസ് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ആസ് സച്ച് അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അത് പ്രിസർവ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലൂയിഡ്സ് സെക്രീറ്റഡ് സബ്സ്റ്റൻസ് നോട്ട് ഫൗണ്ട്? ഇതിൽ ഏതിലാണ് സെക്രീറ്റഡ് സബ്സ്റ്റൻസ് ഇല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഏതൊക്കെ തന്നിരിക്കുന്നത്? ഓപ്ഷൻ എ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, ഓപ്ഷൻ ബി യൂറിൻ, ഓപ്ഷൻ സി സ്വെറ്റ്, ആൻഡ് ഓപ്ഷൻ ഡി സലൈവ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്. ഈ ഒരു ഏരിയ എന്നൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് വരാൻ ചാൻസ് ഉള്ളൂ, ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ ഏരിയ എന്നൊക്കെ.
സോ ജസ്റ്റ് നോക്കി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബോഡി ഫ്ലൂയിഡ് ഈസ് ടു ബി ടെസ്റ്റഡ് ടു പ്രൂവ് റീസെന്റ് ഡെലിവറി. റീസെന്റ് ഡെലിവറിയുടെ ഒരു ടൈമിൽ, ആ ഒരു സമയത്ത് നമ്മൾ ഏത് ബോഡി ഫ്ലൂയിഡ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കൊളസ്ട്രം, ഓപ്ഷൻ ബി സലൈവ, ഓപ്ഷൻ സി ബ്ലഡ്, ഓപ്ഷൻ ഡി സ്വെറ്റ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, കൊളസ്ട്രം ആണ്. ബിക്കോസ് അത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് മാത്രം വരുന്നതാണ് അല്ലെ ആ ഒരു മിൽക്ക്, ആ ടൈപ്പ് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത്. അതിൽ പർട്ടിക്കുലർ ആന്റിബോഡി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇത് ആ ഒരു ടൈമിൽ മാത്രം വരുന്നതാണ്. സോ നമുക്ക് അങ്ങനെ ഇത് എന്താ പറയുക, ഡീസെന്റ് ഡെലിവറി ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. The brown color of feces primarily results from the presence of. ഈ ഫീക്കസിന്റെ ആ ഒരു ബ്രൗൺ കളർ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ബ്രൗൺ കളറിനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയാലോ. ഓപ്ഷൻ എ ഫൈബ്രിനോജൻ, ഓപ്ഷൻ ബി യൂറോബിലിനോയിഡ്സ്, ഓപ്ഷൻ സി മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഓപ്ഷൻ ഡി സ്ട്രൈക്നിൻ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ ബി യൂറോബിലിനോയിഡ്സ് ആണ്. ഈ ബ്രൗൺ കളർ ഓഫ് ഫീക്കസ് എന്ന് പറയുന്നത് ഈ ഒരു ബിലിറൂബിന്റെ പ്രസൻസ് കൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നാ പറയുന്നത്. ഈ ബിലിറൂബിൻ ഒക്കെ എങ്ങനെ ഫോം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഹീമോഗ്ലോബിന്റെ ബ്രേക്കേജ് കൊണ്ടാണ്. സോ യൂറോബിലിനോയിഡ്സ് കാരണമാണ് അവിടെ ഒരു ബ്രൗൺ കളർ ഫോം ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ബ്രേക്ക് ഡൗൺ ഓഫ് ഹീമോഗ്ലോബിന്റെ പ്രൊഡക്റ്റ് ആണ്. ഹീമോഗ്ലോബിൻ ബ്രേക്ക് ഡൗൺ ആയി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അങ്ങനെയാണ് ഒരു ബ്രൗൺ കളർ ആയിട്ട് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following terms is best describes the expression of bodily features? നമ്മുടെ ഹൈറ്റ് അതുപോലത്തെ ബോഡിലി ഫീച്ചേഴ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ഏതാണ്? ഓപ്ഷൻ എ ജീനോടൈപ്പ്, ഓപ്ഷൻ ബി ഹാപ്ലോടൈപ്പ്, ഓപ്ഷൻ സി ഫീനോടൈപ്പ് ആൻഡ് ഓപ്ഷൻ ഡി സീറോടൈപ്പ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? ആൻസർ ഏതായിരിക്കും വരിക? യെസ്, ഫീനോടൈപ്പ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നമുക്ക് ഓരോന്നും എന്താണ് ക്ലിയർ ആയിട്ട് നോക്കാം അല്ലെ. നമുക്ക് എപ്പോഴും ഡൗട്ട് വരും ജീനോടൈപ്പും ഫീനോടൈപ്പും ഒക്കെ തമ്മിൽ. സോ ജീനോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ആർ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഹെറിറ്റബിൾ ജീൻസ് that encode physical expression of the offsprings similar to the parents. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റ്സിനോട് സിമിലർ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് ഉണ്ടാവുക. അത് ജീനിൽ നിന്ന് ഇൻഹെറിറ്റഡ് അല്ലെങ്കിൽ ഹെറിറ്റബിൾ ആയിട്ടുള്ള എന്താണ് എക്സ്പ്രഷൻസ് ആണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. അവിടെ ജീനിൽ ഉണ്ടാവുന്ന വേരിയേഷൻ ആണ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതൊരു ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത്? റിസൾട്ടിങ് ഫ്രം ഇന്ററാക്ഷൻ ഓഫ് ഇറ്റ്സ് ജീനോടൈപ്പ് വിത്ത് ദി എൻവിറോൺമെന്റ് അല്ലെ. സോ അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഹൈറ്റ്, അതുപോലെ തന്നെ വിങ് ലെങ്ത്, ഹെയർ കളർ, സ്ട്രൈപ്സ് ഓഫ് സീബ്ര, ഇതൊക്കെയാണ് നമ്മുടെ ഫീനോടൈപ്പ്. എന്നാൽ നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഹാപ്ലോടൈപ്പ്. These are the group of genes inherited together from a single parent. ഒരു സിംഗിൾ പാരന്റിൽ നിന്ന് ഒരുമിച്ച് ഇൻഹെറിറ്റ് ആവുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ജീൻസിനെയാണ് നമ്മൾ ഹാപ്ലോടൈപ്പ് എന്ന് പറയുന്നത്. And serotype എന്താണ്? These are the distinct variation with a species of bacteria, virus or among immune cells of different individuals. പല ഇൻഡിവിജ്വൽസ് ഉണ്ടാവുന്ന ഒരു വ്യത്യസ്തമായ വേരിയേഷൻ ആണ് ബാക്ടീരിയ, വൈറസ് അല്ലെങ്കിൽ ഇമ്മ്യൂൺ സെൽസിലൊക്കെ ഉണ്ടാവുന്നത്. സോ ദാറ്റ് ഈസ് ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താണ് സെറോടൈപ്പ്, ജീനോടൈപ്പ്, ഫീനോടൈപ്പ് ആൻഡ് ഹാപ്ലോടൈപ്പ്. സോ ഇതിൽ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ഫീനോടൈപ്പ്. മെയിൻ ആയിട്ട് ഈ ജീനോടൈപ്പും ഫീനോടൈപ്പും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസസ് ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താണ്? ഫീനോടൈപ്പ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The fresh blood for DNA fingerprinting is collected preferably in. നമ്മുടെ ഫ്രഷ് ബ്ലഡ് DNA ഫിംഗർപ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് ഫ്രഷ് ബ്ലഡ് എടുത്ത് കഴിഞ്ഞാൽ അത് എന്തിലാണ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹെപ്പാരിൻ, ഓപ്ഷൻ ബി സോഡിയം ഫ്ലൂറൈഡ്, ഓപ്ഷൻ സി പൊട്ടാസ്യം ഫ്ലൂറൈഡ് ആൻഡ് ഓപ്ഷൻ ഡി EDTA. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, EDTA ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് അറിയാലേ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ക്രോമസോമൽ പൊസിഷൻ ഓഫ് HLA-DQA1? ഇതിന്റെ ക്രോമസോമൽ പൊസിഷൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഒരു പാർട്ട് എവിടെയാ പഠിച്ചത് ഓർക്കണ്ടോ? യെസ്, പറ്റേണിറ്റിയുടെ ഒക്കെ കേസിലായിരുന്നു അല്ലെ പഠിച്ചത്. റൈറ്റ്. അപ്പോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതൊന്നും ബേസ് ചെയ്തിട്ടല്ല ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് അതിന്റെ ക്രോമസോമൽ ലൊക്കേഷൻ എന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം. അപ്പൊ നോക്കാം. ഓപ്ഷൻ എ തന്നിരിക്കുന്നത് 9 ആണ്. 9th പൊസിഷനിലാണ് തന്നിരിക്കുന്നത്. പി ആംലാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഓപ്ഷൻ ബി 8P ആണ്. ഓപ്ഷൻ സി 6 ആണ്. ആൻഡ് ഓപ്ഷൻ ഡി 7P ആണ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? നമുക്ക് നോക്കാം അല്ലെ. ഓപ്ഷൻ സി 6P ആണ്. അപ്പോ
ഈ ഒരു ഹ്യൂമൻ ലൂക്കോസൈറ്റ് ആന്റിജൻ എന്ന് പറയുന്നത് എവിടെയായിട്ട് ഉണ്ടാവുന്നത്? ക്രോമസോം നമ്പർ 6 ഉണ്ടാവുന്നത്. മെയിൻ ആയിട്ട് ഇത് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂൺ റെസ്പോൺസിനൊക്കെ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് പാറ്റേണിറ്റി ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അതാണ് ഫോറൻസിക്കിലെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വാസ്റ്റ് ആയിട്ട് ടോപ്പിക് ആണ്. ഇതല്ലാണ്ട് നമ്മൾ ബ്ലഡ് സ്റ്റെയിൻ പാറ്റേൺസിനെ പറ്റി കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ഓൾറെഡി ചെയ്തുകൊണ്ടാണ് ഞാൻ അത് കൂടുതൽ എടുക്കാത്തത്. നമുക്ക് ടെസ്റ്റിൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാമല്ലോ. സോ അതാണ് നമുക്ക് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും DNA യുടെ പോർഷൻ എന്നാണെങ്കിലും ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ബ്ലഡ് ഗ്രൂപ്പിന്റെ പോർഷൻ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ Aയും Bയും ആന്റിജൻ ഒക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതൊക്കെ എന്താ പറയുക കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ ഇത്രേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. താങ്ക് യു.